ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്, നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീനൊക്കെ ആയിട്ടോ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് വേറെ ഒരു പണിയില്ലേത് ചിലരെങ്കിലും ഓർക്കുമായിരിക്കും. പക്ഷേ എനിക്ക് ഇതൊക്കെ ഉള്ളൂ കേട്ടോ ഇപ്പോൾ കാണിക്കുക. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ക്രാഫ്റ്റ് പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ആദ്യമത്തെ വീഡിയോ നോക്കി അറിയാം, എൻ്റെ തുടക്കത്തിൽ അതൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പക്ഷേ അതൊന്നും ചെയ്യാനുള്ള സമയവും ഇല്ല, പഴയ പോലെ അത്രയ്ക്കൊരു മൂഡില്ല അതൊക്കെ ചെയ്യാൻ. അപ്പോൾ എനിക്കിപ്പം ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഈ ഒരു ഡെയിലി റൂട്ടീൻ, നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ ഡെയിലി ലൈഫ് വിത്ത് ഗ്രീഷ്മ അങ്ങനെയാണല്ലോ. അപ്പോൾ അതൊക്കെ തന്നെ കേട്ടോ കാണിക്കാനുള്ളത്. അപ്പം അതേ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പം സമയം 6 മണി ആയതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ എല്ലാ ദിവസവും 6 മണിയാകുമ്പോൾ അലാം വെച്ച് എഴുന്നേക്കും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്നും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. ഇന്നിപ്പം ആദ്യക്കുട്ടന് സ്കൂളിൽ പോകണം, ഹസ്ബൻഡിന് ഓഫീസിൽ പോകണം. അപ്പോൾ ഞാനാണെങ്കിൽ തലേദിവസം രാത്രിയിൽ ഇന്ന് ഇവർക്ക് ചോറ് കൊടുത്തു വിടാം. ആരൊക്കെയാണേലും ഇപ്പം എല്ലാ ദിവസവും ഒരു വെജിറ്റബിൾ റൈസാണ് കൊടുത്തു വിടുന്നത്. അപ്പം ഇന്ന് സാധാരണ ചോറ് തന്നെ കൊടുത്തു വിടാമെന്ന് ഓർത്ത് ഞാൻ തലേദിവസം നമ്മുടെ റൈസ് കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തിളപ്പിച്ച് വെക്കാൻ മറന്നുപോയി കേട്ടോ. പിന്നെ രാവിലെ തന്നെ അരി നേരെ എടുത്ത് തിരിച്ച് കുക്കറിലോട്ടിട്ടു. ആദ്യമേ ഞാൻ എന്നാ ചെയ്യുമെന്ന് ഓർത്ത് ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ കുക്കറിൽ ഇങ്ങനെ വെക്കാത്ത കൊണ്ട് ഈ കുക്കറിൽ വെച്ച് ചോറ് കൊടുത്തു വിട്ട് അഴുക്കായി പോവുമോ, അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും നേരെ കുക്കറിലോട്ട് തന്നെ ഇട്ടു. അപ്പം വൻപയർ ഞാൻ തലേ ദിവസം തന്നെ കുതിരാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ആദ്യമേ അത് വിത്തലോട്ട് വെച്ച് അതിന് കുതിർന്ന് കിടക്കുന്നതുകൊണ്ട് ഒരു വിസിൽ വല്ല അടിച്ചാൽ മതിയാവും. അപ്പം അത് പെട്ടെന്നായിട്ട് ചോറൊന്നാകത്തിലോട്ട് വെക്കാമെന്ന് ഓർത്തപ്പോഴാണ് ഒരു വിസിലേ കാണാനുള്ളത്. കൊച്ചു കുക്കറിൻ്റെ വിസിൽ കാണാനില്ല. അതിപ്പോൾ 2 ദിവസമായി കാണാതെ പോയിട്ട് ഞാൻ കാര്യം മറന്നു പോയായിരുന്നു. അപ്പോൾ പിന്നെ നേരെ അത് തിരിച്ച് മാറ്റിയിട്ട് എടുത്ത് നമ്മുടെ ചോറ് തന്നെ ആദ്യം വെച്ച്, അതിന് കുറച്ച് കൂടുതൽ വേകണമല്ലോ. അപ്പോൾ അത് തന്നെ ആദ്യം ആട്ടെന്ന് ഓർത്ത് ചോറങ്ങ് വെച്ച് പിന്നെ ഞങ്ങൾക്ക് ചായയും ഒക്കെ വെച്ചു. അപ്പോൾ ഒരടുപ്പ് ഒഴിയുമ്പോഴത്തേനും അവത്തലടുത്ത സാധനം അങ്ങ് കയറ്റുക. അങ്ങനെ കേട്ടോ ഇന്നത്തെ കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് അത്യാവശ്യം കൊണ്ട് തിരക്കുണ്ട് കേട്ടോ. രാവിലെ 6 മണിയായപ്പോഴാണ് ഏറ്റത്. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ. എന്നാലും ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ദിവസം ഇന്ന്. രാവിലെ ചോറ് വെക്കണം, പിന്നെ പോലെ വൻപയർ തോരൻ വെക്കണം, പിന്നെ ഒരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കണം, പിന്നെന്താണ് ദോശ ചൂടണം, പഴം പുഴുങ്ങണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം എന്തായാലും അത് ഓരോന്നായിട്ട് ഒരടുപ്പ് ഒഴിയുമ്പോൾ അവത്തിൽ അടുത്ത സാധനം വെക്കും. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇൻഡക്ഷനുള്ള ഭയങ്കര ഒരു അനുഗ്രഹം കേട്ടോ. അതുകൂടി ഇല്ലെന്നുണ്ടെങ്കിൽ 2 എണ്ണം ഉള്ളല്ലോ നമ്മുടെ സ്റ്റൗവിന്. അപ്പോൾ അങ്ങനെ അത് ഓരോന്നും ചെയ്യുവാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ആദ്യക്കുട്ടൻ്റെ ബോട്ടിലൊന്ന് നിറച്ച് കൊടുക്കുക കേട്ടോ. ആദ്യം എന്ത് ചെയ്താലും ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ മാത്രമേ കൊണ്ടുപോകുള്ളൂ. നല്ല ഒരു ഒന്നാന്തരം സ്റ്റീൽ ബോട്ടിൽ ഞങ്ങളിവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അവൻ എന്ത് ചെയ്തോ അത് യൂസ് ചെയ്യത്തില്ലേ, അതിന് വെള്ളം വരത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. എന്തോ അങ്ങനെ തന്നെയാണെങ്കിലും അതിനകത്ത് വെള്ളം നിറച്ച് വെച്ചു. പിന്നെ ഇച്ചിരി തൈര്, ചോറാണെന്നുണ്ടെങ്കിലും തൈര് കൊടുക്കാമെന്ന് ഓർത്തു. വായിലൊക്കെ ആണെങ്കിലും വയറിനൊക്കെ ആണെങ്കിലും നല്ലതാണല്ലോ തൈര്. അപ്പോൾ തൈര് ഇഷ്ടമാണ്. പിന്നെ ഇവിടുത്തെ തൈരിന് ഒട്ടും പുളിയൊന്നുമില്ല കേട്ടോ. അപ്പം ജലദോഷം വരുമ്പോൾ എന്നൊരു പേടിയില്ല. നേരത്തെയൊക്കെ തൈര് കൊടുക്കുമ്പോൾ എനിക്ക് ജലദോഷം വരുമ്പോൾ എന്നൊരു പേടിയാണ്. നമ്മുടെ നാട്ടിലെ തൈരിനൊക്കെ ആണെങ്കിലും നല്ല പുളിപ്പുണ്ടല്ലോ. ഇവിടുത്തെ തൈരിന് ഒട്ടും പുളിയില്ലെന്നേ. അപ്പം ഞാനാണെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം കൊണ്ടുവന്നൊന്ന് ഉറച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം പുളി കിട്ടും. എന്നാലും ഇവിടുത്തെ പാല് വെച്ച് ഉറക്കുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലത്തെ ഒരു പുളിപ്പൊന്നും ഇല്ല തൈരിന്. എനിക്കിഷ്ടമില്ല. പിന്നെ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഇത് തന്നെ മേടിച്ചുണ്ടാക്കും. അപ്പോൾ ആദ്യം തൈരെടുത്തു. പിന്നെ ഹസ്ബൻഡിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മോരുകറി എടുത്തു. അപ്പോൾ അത് രണ്ടും അങ്ങ് സെറ്റാക്കി വെച്ചേ. പിന്നെ അതേണ്ട ദോശ ആദ്യക്കുട്ടിന് രാവിലെ കഴിക്കാനുള്ളത് ചൂടുവാണ്. അപ്പം ഞാനിതുപോലെ ദോശക്കല്ലൊക്കെ ഒന്ന് പെട്ടെന്ന് മാറ്റി വെക്കണമെങ്കിൽ ആ ചട്ടുകം വെച്ച് തന്നെ ഒന്ന് പൊക്കിയെടുത്ത് മാറ്റി. ചട്ടുകത്തിന് അത്യാവശ്യം ബലം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റാം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ പിടി പോയോണ്ട് കേട്ടോ. അപ്പോൾ കൈ പൊള്ളാതെ അത് വെച്ച് പിടിക്കുന്നതിനെക്കാട്ടിലും എളുപ്പമുണ്ട് ഇങ്ങനെ മാറ്റുവാണെങ്കിൽ. അപ്പോൾ ദോശ ചുട്ട് പിന്നെ നേരെ ആ സ്റ്റൗ ഓഫ് ചെയ്യാതെ അവത്തേലോട് തന്നെ ഈ വെജിറ്റബിൾ സാലഡ് അങ്ങ് വെച്ച്. അപ്പം ഇങ്ങനെ മാറി മാറി ഓരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സാലഡ് അവിടെ ഇരിക്കുന്ന നേരത്ത് ആദ്യകൂട്ടൻ ഇനിയിപ്പോൾ സ്നാക്കായിട്ട് ഇന്ന് പഴം പുഴുങ്ങി കൊടുത്തു വിടാന്ന് ഓർത്തെ. ഇവനാണെങ്കിൽ പഴമൊന്നും ഒട്ടും ഇഷ്ടമില്ല കേട്ടോ, ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കുന്നത്. പക്ഷേ ഏത്തപ്പഴമാണല്ലോ ഇച്ചിരി ഒന്ന് വണ്ണം വെക്കാനൊക്കെ ആണല്ലോ നല്ലത്. അപ്പം ഞാനിതുപോലെ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും സ്കൂളിൽ മിക്കപ്പോഴും കൊടുത്തു വിടുമായിരുന്നു ഇങ്ങനെ പുഴുങ്ങി. അപ്പം അവിടുന്ന് ടീച്ചേഴ്സ് ഇവരിത് ഫുള്ള് കഴിക്കണം അങ്ങനെ ഒരു നിർബന്ധമായിട്ട് അവർ പറയുവേ. അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെ കൊടുത്തുവിട്ട് കഴിപ്പിക്കുമായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊടുക്കുമ്പോൾ കഴിക്കാനായിട്ട് വലിയ മടിയാണ്. അതുകൊണ്ട് ഇന്നലെ ഏത്തപ്പഴം മേടിച്ചുകൊണ്ട് ഇന്നിപ്പോൾ അതായി.
പിന്നെ ഇനിയിപ്പം ഒരു മുട്ട പൊരിക്കണം, ഹസ്ബൻഡിന് ചോറിനകത്ത് വെക്കാം. പിന്നെ അതുപോലെ നമ്മുടെ വെജിറ്റബിൾ സാലഡിനകത്തും മുട്ട ചേർക്കണേ. അപ്പോൾ 2 മുട്ട അതിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇൻസ്റ്റമാർട്ടിൽ നിന്നാണ് കേട്ടോ ഇങ്ങനെ മുട്ട കൂടുതലായിട്ടും വാങ്ങുന്നത്. കാരണം എനിക്ക് ഇതിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള മുട്ടയായിരുന്നു ഇത്ര നാളും കിട്ടിക്കൊണ്ടിരുന്നത്. ആദ്യമായിട്ടോ ഇപ്രാവശ്യം നോക്കിയപ്പോഴത്തേനും ഒരു ചെളിയൊക്കെ പിടിച്ച മുട്ട. അപ്പം ഞാൻ ഇതുപോലെ അല്ലാത്ത കടകളിൽ നിന്ന് മേടിക്കുമ്പോഴത്തേനും ആദ്യമേ തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുമായിരുന്നു. കാരണം ഇതുപോലെ രാവിലെ നമ്മൾ ധൃതി പിടിച്ചെടുക്കുമ്പോഴത്തേനും കഴുകാനായിട്ടൊക്കെ നിൽക്കണല്ലോ. നമ്മൾ മുട്ട അല്ലാത്ത കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് എല്ലാം കൂടെ ഒന്ന് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ചിട്ട് അപ്പോഴത്തേനും അകത്തേലെ അഴുക്കൊക്കെ ഒന്ന് ഇളകിയിരിക്കും, പെട്ടെന്ന് തന്നെ പോകും. പിന്നെ എന്തെങ്കിലും ഒരു കൂടോ അല്ല ചകിരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കളഞ്ഞാൽ നല്ല വൃത്തിക്കിരിക്കും. ഇനി മുട്ടയൊക്കെ കഴുകിയിട്ടേ എടുക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഇൻസ്റ്റമാർട്ടിൽ നിന്ന് കിട്ടിയ മുട്ടയിലും എന്തായാലും ചെളി ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അതൊക്കെ ചെയ്തു. പിന്നെ ആദ്യക്കുട്ടന് കൊണ്ടുപോകാനായിട്ടുള്ള പഴമൊക്കെ എടുത്തു വെച്ചു. അങ്ങനെ ഞാൻ കുറേ നേരം ഇന്നിപ്പോൾ കുറേ നേരമായിട്ടും കിച്ചണിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കാണാനുകൊണ്ട് തേടി വന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാനാണെങ്കിൽ ഇവർക്ക് പോകേണ്ട ദിവസമാണേലും പോകണ്ടാത്ത ദിവസമാണേലും രാവിലെ കിച്ചണിൽ കയറി കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെന്ന് എന്തെങ്കിലുമൊക്കെ കുരുത്തിരുമ്പ് ചൊറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെല്ലും കേട്ടോ. അല്ല എനിക്കൊരു സമാധാനമില്ലേ അപ്പോൾ ഞാൻ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ ഇന്ന് എന്നെ കാണാനുകൊണ്ട് വന്നതാണ്. അപ്പം ഞാനാണെങ്കിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുക്കറിനുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം സുഖിയൻ ഉണ്ടാക്കിയപ്പോൾ തൊട്ട് എന്തോ ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ ഒന്നൊന്ന് അമുക്കി പിടിക്കുമ്പോഴത്തേനും പിന്നെ അത് വിസിലടിക്കത്തുള്ളൂ. അപ്പം അതിനെപ്പറ്റി ഞാനിന്ന് വിവരിക്കുന്ന കേട്ടോ ഈ കിടന്ന ആക്ഷനായിട്ട് അവിടെ കാണിക്കുന്നത്. കണ്ടിട്ടൊരു മാതിരി കഥകളി കളിക്കുന്ന പോലെ ഉണ്ടല്ലേ. അപ്പോൾ എന്നോട് പറയുമായിരുന്നു എന്നെങ്കിൽ പിന്നെ വെക്കണ്ട, ചോറ് പുറത്തുനിന്ന് കഴിച്ചോളാം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഞാൻ പറയുമായിരുന്നു പിന്നെ എത്രയും ബാക്കി കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഇനി ചോറ് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചായയും കുടിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ അങ്ങനെ നിന്ന് ഓരോന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ എപ്പോൾ എൻ്റെ വീഡിയോയിൽ വന്നാലും ഇല്ല, എന്നാലും അത് കറക്റ്റായിട്ട് ക്ലാരിറ്റി കുറവായിരിക്കുന്നു. ഇപ്പം കണ്ടില്ലേ, കഷ്ടമുണ്ട്. ഞാനാണെങ്കിൽ എല്ലാം കിട്ടിയല്ലോ എന്ന് ഓർത്തിരിക്കുക, പക്ഷെ നോക്കിയപ്പോഴത്തേനും ഒട്ടും ക്ലാരിറ്റി ഇല്ല. അപ്പം എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഇവർക്ക് 2 പേർക്കുള്ള എല്ലാം ഒന്ന് റെഡി അത് ടേബിളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഇനി ഒന്ന് അടച്ചൊക്കെ വെക്കുവാണ്. അപ്പോൾ ചോറ്, പയറ് തോരൻ, മുട്ട പൊരിച്ചത്, മോരുകറി, പിന്നെ എന്നാ പഴം പുഴുങ്ങിയത്, മോര് കാച്ചത്, ഇത്ര ഐറ്റമൊക്കെ രാവിലെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യക്കുട്ടനായിട്ടായിരുന്നേ. അപ്പോൾ ആദ്യക്കുട്ടനെ ഡ്രസ്സൊക്കെ ചേച്ചി ഇന്നിപ്പോൾ വെനസ്ഡേ ആണ്. അപ്പോൾ ഈ യൂണിഫോം ഇവർക്ക് വെനസ്ഡേയിൽ ഇടണ്ടേ. അപ്പം രാവിലെ അവന് ദോശയും ഗ്രീൻ പീസ് കറിയും മതിയെന്ന് പറഞ്ഞപ്പോഴത്തേനും മതിയെന്നല്ല, രാവിലെ അതായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവന് തന്നെ കഴിക്കാൻ മടിയാണ്. അപ്പോൾ അത് ഞാൻ വായിലോട്ട് കൊടുത്തു. അവൻ ആ പൊട്ടുന്ന കുപ്പിയിട്ട് ഉരുട്ടിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ അതിനിടയ്ക്കൊന്ന് വഴക്കൊക്കെ പറഞ്ഞ് അപ്പം ഞാനും എൻ്റെ ഇടയ്ക്ക് ഡ്രസ്സും ഒക്കെ മാറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ആദ്യക്കുട്ടന് മിക്ക ദിവസം അച്ഛയായിട്ട് ഈ ഷൂ ഇടിയിപ്പിക്കുന്നത്. ഞാൻ ഇട്ടിപ്പിക്കുമ്പോഴത്തേനും എന്നെ അവൻ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാക്കണ്ട. ഞാൻ ഇടിപ്പിച്ചപ്പോഴത്തേനും അവൻ്റെ കാലിനെന്തോ വേദന എടുത്തെന്ന് പറഞ്ഞുകൊണ്ട്. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാൻ ഇടിയിക്കുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ വിരലൊന്ന് മടങ്ങിയിരിക്കും. എനിക്ക് ഷൂ ഇടിക്കാനും എനിക്കേ ഇടാൻ ഷൂ ഭയങ്കര പാടാട്ടോ. അങ്ങനെ ആദ്യക്കുട്ടനെ കൊണ്ടുവിട്ടു. 2 പേരും സ്കൂളിലും ഓഫീസിലൊക്കെ പോയി. ഞാൻ തിരിച്ചു വന്ന് അങ്ങനെ ഇനിയിപ്പം ഞാൻ എല്ലാം ആദ്യക്കുട്ടൻ്റെ സാധനം എല്ലാം എടുത്തൊന്ന് മൊത്തം ഒന്ന് ക്ലീൻ ആക്കും കേട്ടോ. ഇനിയിപ്പോൾ ആകെപ്പാട് ഒരു ശാന്തത, ഒരു മൂകത കേട്ടോ. 2 പേരും കൂടെ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴേ ഇനിയിപ്പോൾ തന്നെയല്ലേ ഞാനുള്ളൂ. അപ്പം ഞാനിരുന്ന് കുറച്ച് നേരം അമ്മയെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഫോൺ വിളിക്കും. പിന്നെ സമയമില്ല കേട്ടോ. ഈ പറഞ്ഞാലും സമയം പെട്ടെന്നാണ് പോകുന്നത്. എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ, ക്ലീനിങ് എല്ലാം കാണും. അപ്പോൾ പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും കിടന്നുറങ്ങാൻ പോലും സമയമൊന്നും ഇല്ല. ഉണ്ടോയെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സമയമൊക്കെ. പിന്നെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകാൻ ഇറങ്ങുമ്പോഴാണേലും സകല പാത്രം കഴുകി തൂർത്തും കൂടി ഇട്ടിട്ട് പോയാലേ എനിക്കൊരു സമാധാനമുള്ളൂ കേട്ടോ. അതിന് ഇവിടെ എന്നെ എപ്പോഴും വഴക്ക് പറയും, എനിക്ക് അതുകൊണ്ട് ഓട്ടോ തിരിക്കാൻ നേരമില്ലാത്തതെന്നും പറഞ്ഞോണ്ട്. എനിക്കുള്ള ദോശ ചുടട്ടെ. രാവിലെ ആദ്യക്കുട്ടനെ കൊടുത്തിട്ട് മുഴുവൻ കഴിച്ചൊന്നുമില്ല. അപ്പം അതിൻ്റെ ബാക്കി ഇതിനകത്തുണ്ട്. അതുകൊണ്ടൊരു 2 ദോശയും കൂടെ ചുട്ടാൽ മതി എനിക്ക്. ഇപ്പൊ രാവിലത്തെ പണികളെല്ലാം അതുകൊണ്ട് ഇന്ന് കഴിഞ്ഞു കേട്ടോ. സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഇങ്ങനെ അതും രാവിലെ ഇന്നിപ്പോൾ ചോറ് കൊടുത്തും വിട്ട 2 പേർക്കും. അതുകൊണ്ട് രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എൻ്റെ ഒന്ന് ത്രെഡ് ചെയ്യണം തന്നെ. ഞാൻ ബ്ലേഡൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ത്രെഡ് ചെയ്യണം. പിന്നെ ആദ്യക്കുട്ടൻ്റെ ബുക്സൊക്കെ അത് ചിലപ്പം പെട്ടെന്നായിരിക്കും പറയുന്നത്. നമ്മളോട് അവിടെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പം എല്ലാം ഒന്ന് പൊതിഞ്ഞ് എല്ലാം ഒന്ന് കവർ ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ എളുപ്പമുണ്ട്, പറയുമ്പോൾ കൊണ്ടുപോയി കൊടുക്കാമല്ലോ. അപ്പം അതൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ കുളിക്കണം. അങ്ങനെ എൻ്റെതായ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇച്ചിരി എഡിറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പം ഞാൻ ദോശ കിട്ടും. ഇനി അത് കഴിക്കട്ടെ ദോശ കേട്ടോ.
അപ്പോൾ ദോശ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു കുളി പാസ്സാക്കിയേക്കാന്ന് ഓർത്തെ. അപ്പോൾ എണ്ണ ഇങ്ങനെ വല്ല കാലത്തും ഒന്ന് തലയിൽ വെക്കത്തേ ഉള്ളൂ. അപ്പോൾ തലയൊന്നും ഇനി ഡ്രൈ ആവേണ്ട, ഓൾറെഡി എൻ്റെ ഒരു ഡ്രൈ സ്കാൽപ്പും ഡ്രൈ സ്കിന്നുമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിങ്ങനെ വെക്കും, എനിക്ക് തന്നെ ഒരു താരം വരുന്ന പോലെയൊക്കെ തോന്നുമ്പോഴത്തേനും എണ്ണയൊന്ന് വെക്കും കേട്ടോ. ഇതാണ് ഞാൻ ഇവിടെ വന്ന സമയത്ത് നാട്ടിൽ നിന്ന് കാച്ചിക്കൊണ്ട് വന്ന എണ്ണയാണ്. അപ്പം തീരാത്ത എണ്ണയെന്ന് വെച്ചാൽ വെക്കാറില്ല, ഇതുപോലെ വല്ല കാലത്തും ഒരു വെപ്പൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ കണ്ണാടിയാണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാതിരുന്ന ഒരു കണ്ണാടിയാണ്. അത് ഈ ബാത്റൂമിലൊക്കെ ഫിറ്റ് ചെയ്യുന്നൊരു കണ്ണാടിയാണ്. അപ്പോൾ ഇവിടെ സ്പേസ് ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ വെച്ചില്ല. അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു ഐഡിയ, അപ്പുറത്ത് നമുക്ക് ഒരു റൂമിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കബോർഡിൽ ഈ വാർഡ്രോബിൽ കണ്ണാടിയുള്ളൂ. അപ്പം ഞാൻ ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചേ. അപ്പം എനിക്കൊന്ന് ഒരുങ്ങാനൊക്കെ വേണമെങ്കിലും എടുക്കാമല്ലോ. അപ്പം പിന്നെ എണ്ണയൊക്കെ വെച്ച്, പിന്നെ ആ റൂമിലാട്ടോ നമ്മൾ ആ ടേബിളല്ല തേക്കുന്നതൊക്കെ. അങ്ങനെ എണ്ണയൊക്കെ വെച്ച് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര വിശപ്പ് കേട്ടോ. അപ്പം ഞാനാണ് രാവിലെ ആദ്യക്കുട്ടന് വേണ്ടി പഴം പുഴുങ്ങി വെച്ച കൂടെ എനിക്കും കൂടെ ഒരു പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നേ. വിശക്കുവാണെങ്കിൽ കഴിക്കാൻ ഓർത്തു. അപ്പം ഇത്രയും നേരം വിശപ്പുണ്ടായിരുന്നില്ല. കുളി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര വിശപ്പ്. എനിക്കാണെങ്കിൽ കുളിച്ച് കഴിയുമ്പോഴത്തേനും എപ്പോഴും ഇങ്ങനെ കേട്ടോ ഒരു വിശപ്പ് വരും. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ വിശപ്പൊന്നും ഉള്ള ആളല്ല ഞാൻ പൊതുവേ. അപ്പം എന്നാണെങ്കിലും പഴം പുഴുങ്ങിയത് ഫോർക്കൊക്കെ കുത്തി കുത്തി ഇരുന്ന് കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ദേണ്ട ഞാൻ ഒന്ന് ത്രെഡ് ചെയ്യാൻ പോണേ. കുറേ നാളായി. അന്ന് അനിയത്തിയുടെ കല്യാണത്തിന് പോയ സമയത്ത് ത്രെഡ് ചെയ്തതാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ നാട്ടിൽ ത്രെഡ് ചെയ്യുന്നതാണ് ഇഷ്ടം. ഇതിന് മുന്നേ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നതിന് അടുത്തൊരു പാർലർ ഉണ്ടായിരുന്നേ, അവിടെ പോയി ഞാൻ ചെയ്യുമായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നേ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, നാട്ടിൽ പോകുന്ന സമയത്ത് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് ബ്ലേഡ് വെച്ച്, ഞാൻ നേരത്തെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലേഡ് വെച്ച്. അപ്പം ബ്ലേഡ് വെച്ചിട്ട് ചെയ്യാമെന്ന് ഓർത്ത് ആദ്യം വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴോർത്ത് എൻ്റെ ഫസ്റ്റ് ചെയ്യുന്നതിന് മുന്നിലുള്ള ഫേസ് ഒന്ന് കാണിക്കാമെന്ന് ഓർത്ത് കാണിച്ച്. അങ്ങനെ തന്നെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് കണ്ടോ, രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറയണേ. പെട്ടെന്ന് അടുത്തതൂടെ ചെയ്യാൻ പോയതാണ്. അപ്പം ഞാൻ 2 പിരികോ എടുത്തിട്ടുണ്ട്. വലുതായിട്ടൊത്തൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ മതി, അഡ്ജസ്റ്റ് ചെയ്യാം. പാർലറിൽ പോകാനായിട്ട് ഇപ്പം എനിക്ക് തന്നെ ഇവിടെ പോകാനായിട്ടൊന്നും ഒരു പരിചയമില്ലതാണ്. അപ്പം എന്തായാലും ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് അപ്പോൾ കൊള്ളാവോ ഇല്ലയോ എന്ന് പറയണേ. പിന്നെ ഇതൊന്നും ആരും ട്രൈ ചെയ്തേക്കില്ല കേട്ടോ, ഭയങ്കര റിസ്ക്കാണ്. ജസ്റ്റ് ഒന്ന് മാറിയേ കണ്ണിക്കൊള്ളൂ. അറിയാവുന്നവരാണെങ്കിൽ ഓക്കെ, എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല. ഞാൻ പിന്നെ പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ എടുക്കുന്നതേ ഉള്ളൂ. എനിക്ക് തന്നെ കണ്ണാടി നോക്കിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, അതുകൊണ്ട് എടുത്തതാണേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയായിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് ചോറ് വെച്ചു. പിന്നെ ഇന്നലത്തെ കറി ചിക്കൻ കറി വെച്ചതിരിപ്പുണ്ടായിരുന്നു, മോര് കാച്ചിരിപ്പുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയൊരു ഫുഡടി കഴിഞ്ഞിട്ട് പിന്നെ നേരെ എൻ്റെ ബെഡ്ഷീറ്റ് വിരിക്കാൻ വന്നു. എനിക്കാണെങ്കിൽ ബെഡ്ഷീറ്റ് വിരിക്കാൻ സത്യം പറഞ്ഞാൽ ശരിക്കും അറിയത്തില്ല. ഞാൻ എടുത്ത് വെച്ചിട്ട് നമുക്ക് 2 പേർക്കൂടെ വിരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇനിയിപ്പം നടക്കത്തില്ല, എടുത്തുകൊണ്ട് പോയി. ഇനിയിപ്പോൾ പകൽ വരെ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് വിരിക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ കിടക്കുമ്പോഴത്തേനും ചെളിയൊക്കെ ആകുമല്ലോ അവിടുത്തെ ബെഡ്. നമ്മളാണെങ്കിൽ അതിന് മാട്രസ് പ്രൊട്ടക്ഷൻ ഒന്നും ഇട്ടിട്ടുമില്ല. അപ്പോൾ ഉറപ്പായിട്ടും ചെളിയാവും, വൈറ്റ് കളറുവാണ്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ വിരിക്കാമെന്ന് വെച്ച് വിരിച്ചു കേട്ടോ. ഫോണൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ കണ്ടോ ഒത്തു കേട്ടോ. ഇതൊക്കെ എത്ര സിമ്പിളല്ലേ. ഒരാൾ നമുക്ക് അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കൊണ്ടുകൂടെ ചെയ്യിപ്പിക്കാൻ നോക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അത്ര ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരുറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് ഇനിയിപ്പോൾ ആദ്യക്കുട്ടനെ കൊണ്ടുപോകാൻ പോവാണ്. അപ്പം ഞാൻ പിരികം എടുത്തതിൻ്റെ ഒരു ഷോയ്ക്ക് കേട്ടോ ഈ നിന്ന് നോക്കുന്നതും അറിയുന്നതും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ തന്നെ എടുത്തല്ലേ, അത്യാവശ്യം കൊള്ളാം, അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഒരു കാട്ടാള രൂപമൊക്കെ ഒന്ന് മാറി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വല്ലാണ്ടിങ്ങ് ഇരിക്കുമായിരുന്നല്ലോ. അപ്പം ഞാനും ആദ്യക്കുട്ടനും കൂടെ സ്കൂളിൽ നിന്ന് വന്ന് നേരെ ഫാനൊക്കെ ഇട്ട് ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യുക കേട്ടോ. ഭയങ്കര ചൂടാണ്. അപ്പം ആദ്യക്കുട്ടനാണെങ്കിൽ വന്നപ്പോഴേ അവൻ്റെ പെങ്കി കുഞ്ഞിനെ എടുത്തിട്ട്, പെങ്കി എന്നാട്ടോ വിളിക്കുന്നത്, പെങ്കിയെ എടുത്ത് കൊഞ്ചിക്കുക കേട്ടോ. നമ്മൾ പിള്ളേരെ കൊഞ്ചിക്കുന്നതിനെക്കാട്ടിലും നല്ലപോലെ ആദ്യക്കുട്ടൻ ആ പെങ്കിനെ കൊഞ്ചിക്കും. ഞങ്ങൾ പറയുന്ന ആ പെങ്കി നല്ല ഭാഗ്യമുള്ള ആളാണ്. കാരണം അതിന് യാത്ര ചെയ്യാം, അതിന് എന്നാ ഫുഡ് ഇവൻ കഴിച്ചാലും അവൻ്റെ വായി കൊടുക്കും, അതെല്ലാം അതിൻ്റെ മോന്തയ്ക്ക് കാണാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യക്കുട്ടൻ പെങ്കുവിനെ കൊഞ്ചിക്കുന്ന കണ്ടപ്പോൾ പറഞ്ഞു നിന്നെ ഞാൻ കൊഞ്ചിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വിളിക്കുന്നതാണ്. ആദ്യം ഓടി വന്നു. ആദ്യക്ക് വലിയ ഇഷ്ടമായി ഇങ്ങനെ. ഇന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ ചെല്ലാൻ. അപ്പോഴത്തേനും ആദ്യക്കൂട്ടം പേടിച്ച് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇതായതേ ഉള്ളൂ. പിള്ളേരൊക്കെ ജസ്റ്റ് ഇറങ്ങുന്നതേ ഉള്ളൂ അവിടുന്ന്. ഞാൻ ചെന്നപ്പോഴത്തേനും കണ്ണൊക്കെ തുടച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. എന്നെ കണ്ടപ്പോഴത്തേനും പാവത്തിന് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ അതേണ്ട ഞങ്ങളെ കൊഞ്ചീരൊക്കെ കഴിഞ്ഞ് നേരെ ആദ്യക്കുട്ടിയെ കയറി ഞാൻ കുളിപ്പിച്ചു കേട്ടോ. രാവിലെ കുളിപ്പിക്കുന്നില്ല, തണുപ്പായതുകൊണ്ട്. രാവിലെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ജലദോഷം ഒന്നും പിടിക്കണമെന്ന് ഓർത്ത് വൈകുന്നേരം വന്ന വഴിക്ക് അവനെ കുളിപ്പിച്ച് ഞാനും ഡ്രസ്സൊക്കെ മാറി. പിന്നെ ഞാൻ എൻ്റെ കൈയോടെ പാത്രമൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ ചോറ് എന്നോട് വന്നപ്പോഴേ പറഞ്ഞായിരുന്നു, ചോറും ഫുള്ള് കഴിച്ചിട്ടില്ല, പഴവും ഫുള്ള് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്നെ പറ്റിക്കുന്നതാണെന്ന് കേട്ടോ ഓർത്തത്.
പക്ഷെ ഇല്ല കേട്ടോ, മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇനിയിപ്പം എന്താ, ഇന്ന് സാധാരണ ചോറായിരുന്നു കൊടുത്തുവിട്ടെ, സാധാരണ നമ്മുടെ ചോറും വൻപയറും ഒക്കെ കൂടെ. അപ്പോൾ അതായിരിക്കും ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. മറ്റേ ചോറാണ് കഴിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഞാൻ നേരെ എന്നാന്നൊക്കെ ചോദിച്ച് വഴക്കൊന്നും പറയാൻ നിന്നില്ല. പിന്നെ അവൻ്റെ പാത്രമെല്ലാം കൈയോടെ കഴുകി വെച്ചിട്ട് അവന് മാഗി വേണമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ ഇച്ചിരി മുട്ടയൊക്കെ ചേർത്ത് ഇന്ന് മാഗി ഉണ്ടാക്കിയേ. അപ്പം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. മാഗി എപ്പോഴും ഇതിന് തീരുന്നിടം വരെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്രാവശ്യം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പം ഞാൻ മേടിച്ചില്ല അതുകൊണ്ട്. കാരണം ഇതിങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട്, എപ്പോഴും ഒരു വിശപ്പ് വരുമ്പോഴേ ഫസ്റ്റ് ചോദിക്കുന്ന മാഗിയാണ്. ഞങ്ങളും കഴിക്കും, പിന്നെ നമ്മൾ കഴിച്ചാലും കുഴപ്പമില്ല, കൊച്ചിനൊന്നും അത്ര നല്ല അല്ലെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഞാനിത് ഡ്രസ്സെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ നോക്കിയപ്പോട്ടോ, ഞങ്ങൾ രണ്ടുപേരും മാച്ച് ആൻഡ് മാച്ച് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ടായിരുന്നു ഇരിക്കുന്നത്. എനിക്ക് വലിയ ഇഷ്ടമായിട്ടോ അങ്ങനെ കോംബോ ആയിട്ടിടാൻ, ഹസ്ബൻഡും വൈഫും അമ്മയും മോനും ഒക്കെ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ അങ്ങനെ ഇടുകയും ചെയ്യും. ഇതിപ്പോൾ അറിയാതെ ഒത്തു വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.